നമ്മളെ ലോക്കൽ സിസ്റ്റത്തിൽ IAS എങ്ങനെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. IAS എന്തിനാ കോൺഫിഗർ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ചില APIs നമ്മൾ ലോക്കൽ സിസ്റ്റത്തിൽ ഇടാറുണ്ട്. അതുകൊണ്ട് മൊബൈൽ ആപ്ലിക്കേഷനും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ IAS കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺട്രോൾ പാനലിൽ പോവാം. കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞാൽ പ്രോഗ്രാംസ് എടുക്കാം. അതിൽ ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓഫ് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു വിൻഡോ വരും. ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സ് ഓൺ ആക്കുന്നുണ്ട്. നിലവിൽ ഞാൻ കുറച്ച് ഫീച്ചേഴ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. നിലവിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻ ടിക്ക് ഇടുക. ഫ്രെയിം വർക്കിൻ്റെ ഇതിലുണ്ടാവും. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ ASP.NET 4.8 അത് ടിക്ക് ഇടുക. ഇതിൽ വന്നു കഴിഞ്ഞാൽ HTTP ആക്ടിവേഷൻ, അതേപോലെ തന്നെ പോർട്ട് TCP പോർട്ട് ഷെയറിങ്. അതുപോലെ അടുത്ത ഓപ്ഷനാണ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ്. ഇതിൽ മൊത്തം ടിക്ക് ഇടുക. ഇതിൽ വേൾഡ് ഈ രണ്ട് ഓപ്ഷൻ ഫുള്ള് ടിക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് വേൾഡ് വൈഡ് വെബ് സർവീസസ് ഉണ്ടാവും. അതിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇതിൽ ഫസ്റ്റ് ഇത് രണ്ടെണ്ണം. പിന്നെ അതേപോലെ തന്നെ ഈ ASP.NET 3.5 4.8 അതുപോലെ തന്നെ IS API ഫീച്ചേഴ്സ് എക്സ്റ്റൻഷനും ഫിൽറ്റേഴ്സും. അതുപോലെ കോമൺ ഫീച്ചേഴ്സ് HTTP കോമൺ ഫീച്ചേഴ്സിൽ ഈ മൂന്ന് ഓപ്ഷൻ ടിക്ക്. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, പിന്നെ പെർഫോമൻസ് ഫീച്ചേഴ്സ് ടിക്ക് ഇടുക. സെക്യൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ടിക്ക് ഇടുക. അതിനുശേഷം പിന്നെ ഇത്രയും കാര്യങ്ങൾ ഫുള്ളായിട്ട് ടിക്ക് ഇടുക. അതിനുശേഷം നമുക്കിപ്പോൾ ഏതെങ്കിലും ഫീച്ചേഴ്സ് ഓണാക്കി കഴിഞ്ഞാൽ, അല്ലാത്ത ഓണാക്കി കഴിഞ്ഞാൽ ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഓണാക്കി കഴിഞ്ഞാൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ നടക്കും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ IAS കോൺഫിഗർ ചെയ്തു. ഇനി നമ്മൾ സ്റ്റാർട്ട് മെനുവിൽ പോയി കഴിഞ്ഞാൽ IAS ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിൻഡോ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഡിഫാൾട്ടായിട്ട് ഇതിൽ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ഡിഫാൾട്ടായിട്ട് സൈറ്റ് വരും. ജസ്റ്റ് ബ്രൗസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിൻഡോ വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ IP സെറ്റ് ചെയ്യുന്നത് 192.168. അതേപോലെ തന്നെ ഇതിൻ്റെ പോർട്ട്, ഈ സൈറ്റിൻ്റെ പോർട്ട് പറഞ്ഞാൽ 80 ജസ്റ്റ് 80 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. ഇതേ API തന്നെ ജസ്റ്റ് നമ്മൾ നിലവിൽ ഈ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യുന്ന സിസ്റ്റംസിലോ അല്ലെങ്കിൽ ഈ API 80 നിലവിൽ നമ്മൾ ഷെയർ ചെയ്ത സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഈ നെറ്റ്വർക്കായിട്ട് ബന്ധപ്പെട്ട മൊബൈലിലോ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ സൈറ്റ് വരും. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ IAS കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രൊജക്റ്റ് ഇതിൽ API ഇതിൽ കോൺഫിഗർ ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു .NET ഫ്രെയിം വർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. .NET കോറിൻ്റെ ഫ്രെയിം വർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ URL പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ വരും. ഇതിൽ .NET ഹോസ്റ്റിംഗ് 9.0 എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രെയിം വർക്ക് 9.0 അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം അപ്പോൾ ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ പ്രൊജക്റ്റ് ഫോൾഡറിൽ കോപ്പി ചെയ്തിട്ടുണ്ട്, API ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൽ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ വരും. ജസ്റ്റ് ഇതേപോലെ ഫോൾഡർ വരും. ഇനി നമുക്ക് IAS എടുക്കാം. IAS എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ ആഡ് വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എടുക്കാം, എന്തെങ്കിലും പേര് കൊടുക്കാം. എന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ ആ ടീയിൽ APIയിൽ ബട്ടൺ ഫോൾഡർ കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പോർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ 8081 ആണ് കൊടുത്തത്. നിലവിലുള്ള പോർട്ടാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല.
80 ആണെന്ന് 80 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 80 വേറെ ഏതെങ്കിലും പേര് കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റെഡി ആയി. ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ വരും. ഡിഫോൾട്ടായിട്ട് ഒരു സൈറ്റ് വരും. ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ API റെഡി ആയിട്ടുണ്ട്. നമ്മൾ API ഇട്ട് കഴിഞ്ഞാൽ അത് വർക്കാവും. ജസ്റ്റ് ഞാൻ സാമ്പിൾ API കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ API എടുക്കണം. ലോഗിൻ്റെ API ആണ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ആയതുകൊണ്ടാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് IP വെച്ചിട്ട് കൊടുക്കാം. 192.167.80.81. ഇത് എടുത്തു കഴിഞ്ഞാലും വരും. തിരിഞ്ഞ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആപ്പിലേക്ക് ആവശ്യമുള്ളത്.